എൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ്. എൻ്റെ വൈകുന്നേരം തൊട്ടുള്ള കഷ്ടപ്പാടാ കിടക്കണ പൊറോട്ട രണ്ടെണ്ണോ. ഹലോ, വെൽക്കം ബാക്ക്. അങ്ങനെ 5th ഡേ ആയിട്ടുണ്ട്. ആക്ച്വലി ഇന്നും ഇന്നലത്തെ പോലെ തന്നെ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ വൈകുന്നേരമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇന്നത്തെ ദിവസം ഫുള്ള് പണിയായിരുന്നു കേട്ടോ. ഞാനൊന്നും ഇരുന്നിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. അതായത് ഇന്ന് ഇവാളുടെ തലയിൽ ഇവായിന്ന് എണ്ണയൊക്കെ തെപ്പിച്ച് കുളിപ്പിക്കേണ്ട ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഇവാളുടെ തലയിൽ കുറച്ച് പേനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചീക്കൊടുത്ത് ഇവായെ കുളിപ്പിച്ച് റെഡിയാക്കി ഞാനും കുളിച്ച്. പിന്നെ അത് കഴിഞ്ഞാൽ ഇവ ഇവിടെ റൂം മൊത്തം അലമ്പാക്കി ഇട്ടേക്കായിരുന്നു. ഇവാൾക്ക് കുറച്ച് ക്ലേ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കറിയാം ക്ലേ വാങ്ങിക്കൊടുത്താൽ ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ ക്ലേ വാങ്ങിക്കൊടുത്തതാണ്. റൂം മൊത്തം ഇങ്ങനെ ക്ലേ ഒട്ടിച്ച് വെച്ചിട്ട് തറയൊക്കെ ഒന്ന് കാണേണ്ട അവസ്ഥയാണ് കേട്ടോ. അങ്ങനെ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അതൊക്കെ ഒന്ന് ക്ലീനാക്കി തുടച്ച് വൃത്തിയാക്കി റൂമൊക്കെ ഒന്ന് സെറ്റാക്കി. പിന്നെന്താ, പിന്നെ ഞാൻ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി. ഫുഡെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് വെച്ചത്. അപ്പോൾ എന്താ പറയുക, ഇത് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടല്ലോ എൻ്റെ വേർഷൻ ഓഫ് നെയ്ച്ചോറും ചിക്കൻ കറിയും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ കൂടുതൽ കാണിക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ അത് മാത്രമല്ല, ഞാനിപ്പോൾ അത് ഉണ്ടാക്കുന്ന സമയത്ത് വീഡിയോ എടുത്തുകൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് കഴിക്കേണ്ട സാധനം വൈകുന്നേരം, ഇപ്പോൾ തന്നെ വൈകുന്നേരം ആയി, കഴിച്ചിട്ടില്ല. എന്നാലും വൈകുന്നേരം അല്ല, രാത്രി ആയാലും ചിലപ്പോൾ കഴിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തില്ല. വേഗം പണിയൊക്കെ ഒതുക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചേട്ടോ. ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ തുറന്നപ്പോൾ തന്നെ. നെയ്ച്ചോറ് ഞാൻ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അതായത് എനിക്ക് ഇവാക്കും വേണ്ടിയിട്ടുള്ള മാത്രം നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടല്ലേ. ഇവാടെ കുഞ്ഞു പാത്രത്തിൽ ഇവാക്കും ഫുഡ് എടുത്തിട്ടുണ്ട്. ഇതാ എനിക്ക് വലിയ പാത്രത്തിലാട്ടാ. കഴിക്കേ. ചിക്കൻ ഇങ്ങനെ ഇവ കഴിക്കൂല കേട്ടോ. ഇവാക്ക് ഇതിനിങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കണം. ഫുഡ് കഴിക്കാനെടുത്തപ്പോൾ ചെറിയൊരു പല്ല് വേദന കേട്ടോ. പല്ല് വേദന അല്ലാതെ ഈ ഒരു ഭാഗത്ത് വേദന എടുക്കട്ടെ. എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേദന വരാറുണ്ട്. ഇനിയിപ്പോൾ പല്ല് വരാനാണോ എന്നറിയില്ല. ആക്ച്വലി എനിക്ക് ഇപ്പോഴും 28 പല്ലുള്ള കേട്ടോ. എന്നെപ്പോലെ 28 പല്ലുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അതായത് ഞാൻ ചോദിക്കുന്നവർക്ക് എല്ലാവർക്കും 32 പല്ലുണ്ട് കേട്ടോ. എനിക്ക് ആ ലാസ്റ്റത്തെ 4 പല്ല് ഇതുവരെ വന്നിട്ടില്ല. ഇനിയിപ്പോൾ വരുമോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ഒരു അറ്റത്തായിട്ട് വേദന എടുക്കുവേ. പല്ല് വരാനാണോ, ഞാൻ എപ്പോഴും ഓർക്കും പല്ല് വരാനാണെന്ന് വിചാരിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ആ വേദന പോവും. എന്തുവാണാവോ. തുണി വിരിക്കാൻ പിന്നെ എനിക്ക് വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലാട്ടോ. എൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ട് ഇവിടെ. എവിടെ അസിസ്റ്റൻ്റ്? അവിടെ അസിസ്റ്റൻ്റ് ഇവിടെ ഉണ്ട് കേട്ടോ. അസിസ്റ്റൻ്റ് ഇങ്ങനെ ഓരോരോ തുണി എടുത്ത് തരും. അതായത് ബക്കറ്റിൽ നിന്ന് ഇങ്ങനെ അവൾ എടുത്തെടുത്ത് തരും കേട്ടോ. അതുകൊണ്ട് എനിക്ക് പിന്നെ കുഞ്ഞൊന്നും എടുത്ത് കഷ്ടപ്പെടേണ്ട, നേരെ അങ്ങോട്ട് വിരിച്ചാൽ മാത്രം മതി കേട്ടോ. ഈ അസിസ്റ്റൻ്റ് ചില സമയത്തൊക്കെ പാവാട്ടോ. ചില സമയത്ത് ഇങ്ങനെ കുറേ കാര്യങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണ് ആള്. എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഹെൽപ്പൊക്കെ ചെയ്തു തരും. പക്ഷേ ചില സമയത്ത് ഇയാൾ ചെയ്യുന്ന ഹെൽപ്പൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും കേട്ടോ. എനിക്കിങ്ങോട്ട് വരാൻ നേരം നല്ല ടെൻഷനാണ് കേട്ടോ. ഇവാക്ക് ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് നാട്ടിൽ പോകണമെന്നും പറഞ്ഞ് ഇവ കരയുമോ. കാരണം അന്ന് ഞാൻ വന്നപ്പോൾ, അന്ന് ഇവർക്ക് 2 വയസ്സുള്ള സമയത്ത് വന്നപ്പോൾ ഇവൾ കുറേ ദിവസം കരച്ചിലായിരുന്നു കേട്ടോ. നാട്ടിൽ ഉമ്മച്ചീനെ കാണണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം വന്നപ്പോൾ ആൾക്ക് കുഴപ്പമില്ല. കുറച്ചുകൂടി വലുതായതുകൊണ്ടായിരിക്കും അങ്ങനെ ഒന്നും പറയണമില്ല. പിന്നെ ചില സമയത്ത് ഇപ്പം അവിടെ എന്തെങ്കിലും സച്ചു ഇടയ്ക്ക് വിളിച്ചിട്ട് വല്ല മിഠായി ഒക്കെ കാണിച്ച് പറ്റിക്കും കേട്ടോ. അപ്പോൾ മിഠായി ഒക്കെ കണ്ടു കഴിയുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പറയും നാട്ടിൽ പോകണം, ഉമ്മച്ചീനെ കാണണം എന്നൊക്കെ. അത് മിഠായി കിട്ടാൻ വേണ്ടിയിട്ട് പറയണം കേട്ടോ. അല്ലാണ്ട് ഇയാൾക്ക് ഇവിടെ ഹാപ്പി ആട്ടോ. ഇന്ന് ഞാൻ പൊറോട്ട ഉണ്ടാക്കാമെന്ന് വിചാരിക്കാം കേട്ടോ. വൈകിട്ട് കുറേ നാളായി പൊറോട്ടയും ചിക്കൻ കറിയും കഴിച്ചിട്ട്. വീട്ടിലുള്ളപ്പോൾ മിക്ക ദിവസം ഉമ്മച്ചി പൊറോട്ട ഉണ്ടാക്കും കേട്ടോ. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ആകെ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളൂ. എനിക്ക് ഉണ്ടാക്കാനൊക്കെ അറിയാം, പക്ഷേ ഈ മാവ് കുഴക്കലും എനിക്ക് കുറച്ച് കഷ്ടപ്പാടാട്ടോ. മാവ് ഇങ്ങനെ കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കണ്ടേ. അത് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി കുഴപ്പമില്ല. പക്ഷേ ആ ഒരു മടി കൊണ്ട് ഞാൻ ഇങ്ങനെ പൊറോട്ട തീരെ ഉണ്ടാക്കാറില്ല കേട്ടോ. പക്ഷെ ഇവാക്കൊക്കെ നല്ല ഇഷ്ടമാണ്. ഇവാക്ക് പൊറോട്ട ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ്. മാവ് തപ്പം ഇങ്ങനെ ഒരു ഒട്ടണ പരുവായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നല്ലോണം കുഴച്ച് നല്ല എന്താ പറയുക, നല്ല ഒരു 10-15 മിനിറ്റ് നേരം കുഴച്ച് റെഡിയാക്കി എടുക്കണേ. കുറച്ച് മൈദാമാവ് തന്നെ തൂവിയിട്ട് ഞാൻ നല്ലോണം ഒന്ന് കുഴച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും കുറച്ച് നേരം കൂടെ കുഴക്കണം. ഒരു 10-15 മിനിറ്റ് നേരം ഇതൊന്ന് കുഴച്ചാൽ നല്ല സെറ്റ് ആവുള്ളൂ കേട്ടോ, നല്ല സോഫ്റ്റ് ആവുള്ളൂ. ഞാൻ ഇതിൽ മുട്ടയും പാലും അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് മൈദാമാവും ഉപ്പും കുറച്ച് പഞ്ചസാരയും വെള്ളവും ഇത്രയുള്ള കേട്ടോ. അങ്ങനെ ഞാൻ മാവ് ഒരുവിധം കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് 2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. അപ്പോൾ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണതിന് മുന്നേ ഒരു മാവിൽ കുറച്ച് ഓയിലൊക്കെ തൂവണം കേട്ടോ. നല്ലോണം ഒന്ന് ഓയിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് വേണം റെസ്റ്റ് ചെയ്യാൻ വെക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയി പോവേ. അപ്പോൾ ഇനി ഒരു 2 മണിക്കൂർ നേരം ഇതവിടെ ഇരിക്കട്ടെ. ഇനി ആ ഒരു 2 മണിക്കൂർ നേരം കൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്യട്ടെ കേട്ടോ.
മാവ് ഇവിടെ സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നോക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബോൾസ് ആക്കി എടുക്കാവേ. ഇതിങ്ങനെ നമ്മൾ കൈവച്ച് ഇങ്ങനെ എന്താ പറയുക അകത്തോട്ട് ഇങ്ങനെ തള്ളിയാട്ടോ ഇങ്ങനെയാട്ടോ ബോളാക്കണ്ടേ കേട്ടോ. അങ്ങനെ ബോൾസ് ആക്കിയിട്ടുള്ള പൊറോട്ട അതാ കുറച്ച് നേരം കൂടി ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇനി ഒരു 10-20 മിനിറ്റും കൂടി ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പോയിട്ട് ഇനി പൊറോട്ട അടുക്കിയിട്ട് വെക്കട്ടെ. ഈ ഒരു അടുക്കിടലെന്ന് പറയുന്നത് കേട്ടോ ഇതിൻ്റെ മെയിൻ ടാസ്ക്. ബാക്കിയൊക്കെ സിമ്പിളാണ്, സിമ്പിളെന്നല്ല എന്നാലും ഇതാണ് മെയിൻ. അപ്പോൾ ഇത് കുറേ പേർക്ക് പല രീതിയിലാട്ടോ മിക്കവരും ഇത് ചെയ്യാം. നമ്മളിങ്ങനെ വീശി അടിച്ച് കടയിലെ പോലെ അങ്ങനെയൊന്നും അല്ല പൊറോട്ട ഉണ്ടാക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന പോലെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ. കാരണം വീട്ടിൽ പണ്ട് തൊട്ടേ ഉണ്ടാക്കണ ഒരു രീതിക്കാണ്, അതുകൊണ്ടാണ് എനിക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു മെത്തേഡ് ഞാൻ ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ വീഡിയോയിൽ. അപ്പോൾ എന്തായാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ തന്നെ ഈ ഒരു മെത്തേഡ് ഞാൻ കണ്ടില്ല, ഇനി ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. യൂട്യൂബിലാണെങ്കിലും വേറെ പല രീതിയിൽ കുറേ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിക്കൊക്കെ ആട്ടോ പൊറോട്ട ഉണ്ടാക്കണേ. നമ്മൾ നോർമലി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണ ഈ ഒരു പലക ഉണ്ടല്ലോ, ഇതിൽ തന്നെ ആട്ടോ ഞാൻ ഈ പൊറോട്ട ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇതിങ്ങനെ പരത്തിയെടുക്കാൻ ഭയങ്കര സിമ്പിൾ ആട്ടോ. നമ്മൾ ജസ്റ്റ് പലകയിൽ വെച്ചിട്ട് നല്ലോണം കൈ വെച്ചിട്ടൊന്ന് പരത്താം. നല്ലോണം എണ്ണയൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ. എണ്ണ തേച്ച് കൊടുത്താൽ അതിങ്ങനെ കീറിപ്പോവാണ്ട് കിട്ടുവേ. നല്ലോണം കൈ വെച്ചിട്ടൊന്ന് പരത്തുക. എന്നിട്ട് ഈ ഒരു പലകയിൽ വെച്ചിട്ട് മാക്സിമം വലിപ്പത്തിൽ കേട്ടോ, അതായത് ഈ ഒരു പലകയിൽ ഇങ്ങനെ ഇതിൻ്റെ ഈ ഒരു ഷേപ്പിൽ തന്നെ മൊത്തത്തിൽ ഇങ്ങനെ പരത്തിയെടുക്കാം കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ ഷേപ്പ് ഒന്നും വേണ്ട, ഈ ഒരു പലക ഇങ്ങനെ കവർ ചെയ്യണം, അത്രേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഇതെടുത്തിട്ട് ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഞൊറി എടുക്കാം. നമ്മൾ സാരിക്കൊക്കെ ഞൊറി എടുക്കൂലേ, അതുപോലെ ഇങ്ങനെ ഞൊറി എടുക്കാം. ഇനി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് അടിക്കുക. അപ്പോൾ അതിങ്ങനെ നീണ്ട് വരുവേ. മതി, ഈ ഒരു നീളമൊക്കെ മതിയേ. ഇനി നമുക്ക് ചുരുട്ടിയെടുക്കാം. നമുക്ക് കൈ വെച്ച് കുറച്ച് ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം. കണ്ടോ? ലാസ്റ്റത്തത് ഇങ്ങനെ അടിയിലോട്ട് വെച്ചിട്ട് മേളിൽ നിന്ന് ഇങ്ങനെ പ്രസ് ചെയ്യാം. കഴിഞ്ഞട്ടോ. ഇത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ഈ പൊറോട്ടയ്ക്ക് ഉണ്ടാക്കണത്. ഇതിപ്പോൾ ആർക്കും ചെയ്യാവില്ലേ, ഇതങ്ങനെ വലിയ കഷ്ടപ്പാടുള്ള കാര്യമൊന്നും അല്ല കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ അടുക്കിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ പരത്തേണ്ട പോലെ ചെറുതായിട്ടൊന്ന് പരത്താട്ടോ. ഒരുപാട് ബലം പിടിച്ച് പരത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ലെയേഴ്സ് ഒന്നും കിട്ടൂല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാവേ. ഇനി ഇത് ചുട്ടെടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് ചുട്ടെടുക്കാവേ. ഇനി അടുത്ത പണിയെന്ന് വെച്ചാൽ നല്ലോണം അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ചൂടുണ്ടാവും, ചൂടോട് കൂടുതൽ ഇങ്ങനെ അടിച്ചെടുത്താൽ അത് നല്ല സോഫ്റ്റ് ആയിട്ട് വരത്തുള്ളേ. അങ്ങനെ പൊറോട്ട ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ എല്ലാം ക്ലീൻ ആക്കണം കേട്ടോ. അതാണ് ഇനി എൻ്റെ അടുത്ത ടാസ്ക്. മൊത്തത്തിൽ ഈ പൊറോട്ട അടിച്ചതിൻ്റെ പൊടികളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കണം. കുറച്ച് പാത്രം കഴുകാനുണ്ട്, എന്നിട്ട് വരാവേ. അങ്ങനെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എന്താ കിച്ചണിൽ നിന്ന് വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു ടൈമിൽ കിട്ടുന്ന ആ ഒരു മനസ്സമാധാനം ഉണ്ടല്ലോ, ആ ഒരു ഫീല് ഭയങ്കര പൊളിയാട്ടോ. അതായത് എനിക്കിങ്ങനെ കുക്കിങ്ങിനോടൊന്നും അത്ര വലിയ ഇൻട്രസ്റ്റ് ഉള്ള ആളൊന്നും അല്ലാട്ടോ. എനിക്ക് ഭയങ്കര മടിയാണ് പൊതുവെ കുക്ക് ചെയ്യാൻ. പക്ഷെ ചില ദിവസങ്ങളിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ചില ദിവസങ്ങളിൽ ഇങ്ങനെ എന്താ പറയുക, ഒരു വെറൈറ്റി ഉണ്ടാക്കണം, ഇങ്ങനെ കുറച്ച് കഷ്ടപ്പാടുള്ളതാണെങ്കിലും ഉണ്ടാക്കാനൊക്കെയുള്ള മനസ്സുണ്ടാവും. സത്യം പറഞ്ഞാൽ ഇന്ന് അങ്ങനത്തെ ഒരു മനസ്സുള്ള ദിവസമായിരുന്നു. ഇന്ന് പൊറോട്ട ഉണ്ടാക്കണം. എനിക്കറിയാം പൊറോട്ട കുറച്ച് കഷ്ടപ്പാടാണെന്ന്, പക്ഷെ എന്നാലും പൊറോട്ട ഉണ്ടാക്കണം, അത് കഴിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം തോന്നിയിട്ട് ഉണ്ടാക്കിയ കേട്ടോ. പക്ഷെ പകുതി എത്തിക്കഴിഞ്ഞപ്പം എനിക്ക് വയ്യാണ്ടായിട്ടോ. എനിക്ക് എങ്ങനെയാലും തീർന്നാൽ മതി എന്ന് തോന്നായിരുന്നേ. അങ്ങനെ എന്തായാലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ആ ടേബിളിൽ കൊണ്ടെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അഫി വന്നിട്ടുണ്ടായിരുന്നു. അഫി വന്നിട്ട് ബാത്റൂമിലാണ്. അഫി കുളിക്കാനൊക്കെ പോയേക്കാട്ടോ. അപ്പം ഇനി അഫി വന്നിട്ട് ഫുഡൊക്കെ കഴിക്കണം. ഇനി എന്താണ് അടുത്ത പരിപാടി എന്നുള്ളത്, എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ പറയാവേ. വലിയ കുഴപ്പമില്ലാത്ത കറി. ഓ, വലിയ കുഴപ്പമില്ലാത്ത കറി. നിങ്ങൾക്ക് പിന്നെ എന്താ വേണ്ടേ? എൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ്. എൻ്റെ വൈകുന്നേരം തൊട്ടുള്ള കഷ്ടപ്പാടാ കിടക്കണ പൊറോട്ട രണ്ടെണ്ണോ.
ഇങ്ങനെ ഉണ്ട് എൻ്റെ പൊറോട്ട കഴിച്ചോക്ക്. കഴിച്ചു നോക്കാണ്ട ആ ഡയലോഗേ ഒന്നും സമ്മതിക്കത്തില്ല കേട്ടാ. അടിപൊളി. അവള് കാണിച്ച മുഖം ഇവിടെ മുഖം നോക്കി, ഇവിടെ മുഖം കാണിച്ചു കൊടുക്കട്ടെ. മുഖത്ത് വര കാണിച്ചു കൊടുത്തേ. ഇവിടെ അതാ മൂക്കിന്റെ ഇവിടെ, ചുണ്ടിന്റെ ഇവിടെ നേരെ ഒരു വരയാണ് കേട്ടാ. മുടി മാറ്റിയിട്ട് ഇന്നലെ ഓടിയതാന്ന് തോന്നട്ടാ. മൊത്തത്തില് ഇങ്ങനെ നീളത്തിലൊരു വര വീണിട്ടുണ്ട്. എങ്ങനെയുണ്ട് സീരിയസ്ലി എങ്ങനെയുണ്ട്? റെഡി ആയ പൊറോട്ട? ഇനിയിപ്പോ അഫിയുടെ വക ഒരു കിടിലൻ സാധനം അഫി പണ്ട് സ്കൂളിൽ പോകുമ്പോൾ കുടിക്കുന്ന സാധനം പറഞ്ഞ് എന്നെ പറ്റിക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി തരും. സ്കൂളിൽ പോകുമ്പോ ഉണ്ടാക്കിയില്ലല്ലേ? സ്കൂളില് വഴിന്ന് കുടിക്കണേ. എന്താ പേര്? അച്ചാർ സോഡ. നല്ല മാങ്ങ അച്ചാറില് സോഡ വെച്ചിട്ട് ഒറ്റ അടിക്ക് അങ്ങോട്ട് കുടിക്കണം കേട്ടാ. ഇത് കുടിച്ചും കൂടെ കാണിക്കണം, അതാണ് മെയിൻ. കണ്ണിലൊക്കെ അച്ചാറ് പോട്ടാ. കണ്ണടച്ച് കുടിക്കണം അല്ലേ? മൂക്കിൽ കയറി പോട്ടാ എരിവ്. ഇതൊരു ചലഞ്ചാക്കി എടുക്കും മിസ്സുരു. നിന്റെ എങ്ങനെ റെഡി? കൊള്ളാമോ? ഓക്കെ, താങ്ക് യു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഞങ്ങളിതാ കുറച്ചേരം ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇവിടെ ഇങ്ങനെ കിടക്കാനേ. അപ്പോൾ ഇവാക്കാണെങ്കിൽ ഇന്നലെ കൊണ്ടുപോയിട്ട് മിഠായിയൊക്കെ വാങ്ങിക്കൊടുത്തില്ല. അപ്പം ഈ മിഠായി എല്ലാ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തോണ്ട് ഞാൻ ഇന്നും കിട്ടുമെന്നും പറഞ്ഞിരുന്ന് കരച്ചിലാണ് കേട്ടോ. കുറച്ചേരം കരഞ്ഞൊക്കെ നോക്കി കിട്ടുമെന്ന് കിട്ടത്തില്ല എന്ന് മനസ്സിലായപ്പോൾ നിർത്തിയേ. അപ്പം അപ്പയാണെങ്കിൽ ഇങ്ങനെ ഇപ്പോഴേ ഉറക്കം തൂങ്ങിയിട്ടുണ്ട്. അപ്പം ഉറങ്ങാൻ പോവാണ്. അത്ര തന്നെ ഉള്ളു അല്ലേ? ഇനി എന്തായാലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടോ അപ്പി? സ്പെഷ്യലായിട്ട് അപ്പൊ ആകെ ടയർഡായിട്ടാ. ഞാനും ഇന്ന് ആകെ ടയർഡായി. എന്താന്നറിയില്ല. പൊറോട്ട ഉണ്ടാക്കിയാന്ന് തോന്നുന്നു. പൊറോട്ട ഉണ്ടാക്കി ക്ഷീണിച്ചു. അപ്പൊ നമുക്ക് വീണ്ടും നാളെ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ 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 ബൈ.